എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അവർ കാറിലിരുന്നു കൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞിരാമമേനോൻ്റെ മോൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാനും വീണ്ടും അധികാരം തിരിച്ചെടുക്കാനുമാണ്. അലീന ഇവിടുന്ന് പോയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ നോക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ വേറൊരു കാര്യത്തിലും ഇടപെടണ്ട. അവൾ കുറേ പറഞ്ഞു കഴിയുമ്പം തർക്കിക്കാൻ ആളില്ലാതാകുമ്പം അവൾ തന്നെ നിർത്തിക്കോളും, അല്ലാതെ ഒന്നും നന്നാക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ബബിത നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വൈജയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. അപ്പോൾ ബബിത പറയുകയാണ്, ഞാൻ ഇനി ഒന്നും പറയുകയല്ല എന്ന്. അപ്പോൾ പറയുകയാണ്, നീ ഒന്നും പറയണ്ടെന്നല്ല പറഞ്ഞത്, നിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് എന്നോട് വന്ന് പറയാൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. നീതിയില്ലാത്ത കാര്യമാണെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്ന് പറയും, ഞാനത് നയപരമായ രീതിയിൽ സംസാരിച്ച് സെറ്റാക്കാമെന്ന് ബബിതയ്ക്ക് പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട് ശരി അച്ഛാന്ന്. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, ഇനി നിങ്ങൾക്ക് പണി ചെയ്തേ മതിയാവുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റൂമിലേക്ക് പോരെ, ഞാൻ അവിടെ എല്ലാം വലിച്ചു വാരിയിട്ടേക്കാം, നിങ്ങൾ വന്നെല്ലാം അടുക്കിപ്പറക്കി വെച്ചോളാൻ. അപ്പോൾ അവർ ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം മാത്രം നോക്കുക, പിന്നെ ഞാനും വൈജയും തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഇനി ഒരുപാട് ഇടയ്ക്ക് കയറരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറയാണ്, എങ്കിൽ വാ ഇറങ്ങാൻ പറയുന്നു. അപ്പോഴേക്കും പറയാണ്, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന്. അപ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട് ഡണ്ണച്ചാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബബിതയും കൃഷ്ണയും പറയുന്നുണ്ട് ഓക്കെ എന്ന്. എന്നിട്ട് അവർ ഇറങ്ങാൻ പോകുമ്പോഴേക്കും രോഹിത് പറയാണ്, ഇനിയിപ്പോൾ അമ്മ വരുമല്ലോ, എന്തെങ്കിലും ചോദ്യോത്തരവേളയായിട്ട് എന്ത് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയണം, ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം വാ എന്ന് പറയുകയാണ്. കയറി വന്നോടനെ വൈജി ചോദിക്കുവാണ്, എന്താ രോഹിതെ നീ ബിരിയാണി കഴിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയണം, ഞാൻ ബിരിയാണി അല്ലമ്മേ കുഴിമന്തിയാണ് കഴിച്ചതെന്ന് പറയുന്നു. അപ്പോഴേക്കും ബബിതയോട് ചോദിക്കുക നീ ഓടിയെന്ന്. അപ്പോഴേക്കും ബബിത പറയണം, ഞാൻ ഒരു കിമ്മദന്തി ഫ്രൈ കഴിച്ചു എന്ന്. അപ്പോഴേക്കും അതെന്താടി എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും പറയാണ്, നീ എങ്ങനെ ഒരുപാട് എന്നെ കുരങ്ങ് കളിപ്പിക്കല്ലേ ബബിത എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബബിത പറയണം, ഞാൻ കളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു. വൈജ പറയാണ്, അച്ഛൻ ഒരു ദിവസം ബിരിയാണി വാങ്ങി തന്നുകൊണ്ട് ആരും അങ്ങ് നകളിക്കണ്ടെന്ന് പറയുകയാണ്. വൈജ പറയാണ്, എൻ്റെ അടുക്കളയിൽ ഉണ്ടാകുന്ന ആഹാരം കഴിച്ചാണ് നിങ്ങൾ 3 പേരും ഇത്രയായത്, അവൾ ഇത്രയും പറയാറായില്ലേ എന്ന് പറയുന്നു. അപ്പോഴേക്കും കൃഷ്ണ പറയാണ്, ഇപ്പം എന്താണ് പ്രശ്നമെന്ന്. പിന്നെ അവൾ പറഞ്ഞത് കേട്ടില്ലേ, കിംബദന്തി ഫ്രൈ കഴിച്ചു എന്ന്, അവളെന്താണ് എന്നെ കളിയാക്കുന്നതാണോ എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, എല്ലാ ദിവസവും അച്ഛൻ ബിരിയാണി വാങ്ങിത്തരുമോ, ഈ അടുക്കളയിൽ വേവണം കഴിക്കണമെങ്കിൽ നീ വൈജ പറയുകയാണ്. പറയാണ്, ഇനിയും കഴിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം അടുക്കളയിൽ എന്ന് പറയുന്നു. അപ്പോഴേക്കും ബബിത പറയാണ്, അമ്മ തീരുമാനിച്ചു, ഞങ്ങൾ ഇനി ആരും കൈ കടത്തുന്നില്ല എന്ന്. ഉടനെ വൈജ പറയാണ്, ഓരോന്നും ചെയ്യുമ്പോഴേ എന്നെ തോൽപ്പിക്കുകയാണെന്ന് വിചാരം, പക്ഷേ സ്വയം തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കി പറയുകയാണ്. പറയുന്ന കേൾക്കുന്നത് എല്ലാവരും കേട്ടേ പറ്റുള്ളൂ, എല്ലാവരും അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, ഒരു ദിവസം പുറത്ത് പോയി ഫുഡ് കഴിച്ചതിനാണോ ഈ കോലാഹലം എന്ന്. അപ്പം പറയാണ്, ഇനി എല്ലാ ദിവസവും അങ്ങനെ തന്നെ പുറത്തുനിന്ന് കഴിക്കുമെങ്കിൽ പിന്നെ പോയി ഇങ്ങനെ വൈജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബബിത പറയാണ്, ഇതൊന്നും കേട്ടിട്ട് അച്ഛന് ഒന്നും മറുപടി പറയാനില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ബബിതയോട് ബാലേന്ദ്രൻ പറയാണ്, ഞാൻ എന്ത് മറുപടി പറയാൻ, ആരോട് പറയാൻ ഇങ്ങനെ ചോദിക്കുന്നു. ബാലേന്ദ്രൻ പറയാണ്, എനിക്ക് അമ്മയില്ലല്ലോ പറഞ്ഞതനുസരിക്കാൻ, എൻ്റെ അമ്മ മരിച്ചുപോയി, പിന്നെ എനിക്ക് ഭാര്യയില്ല, എൻ്റെ ഭാര്യ എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ടാകും, പക്ഷേ എൻ്റെ മനസ്സിൽ തിരിച്ച് കയറിയിട്ടില്ല. വീട്ടിൽ തിരിച്ച് കയറാൻ നേരത്തെ എന്നോട് ചോദിച്ചില്ല, അതേപോലെ എൻ്റെ മനസ്സിൽ കയറാൻ നേരത്തും എന്നോട് ചോദിക്കണ്ടേ, എൻ്റെ മനസ്സിൽ എൻ്റെ ഭാര്യ ഇല്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും വൈജ വന്നിങ്ങനെ ഇമോഷണലായിട്ട് ചോദിക്കുകയാണ്, അപ്പം ഞാൻ ആരാന്ന് ചോദിക്കുന്നു. ബാലേന്ദ്രൻ പറയാണ്, പ്രേതം എവിടേക്കോ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് ഗതിയില്ലാതെ ഞാനില്ലാത്ത സമയം നോക്കി വന്ന് കയറിയ പ്രേതം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ദേഷ്യത്തോടെ കയറി പോവാണ്. കാര്യം അവിടെ നിന്ന് കയറിപ്പോയി. ബബിത മാത്രം കുറച്ച് നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാണിക്കുന്നത് സ്റ്റാൻലി അപ്പച്ചനും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പച്ചൻ പറയാണ്, മതി നിർത്തിക്കോ, രാത്രി ഒരുപാടായി എന്ന് പറയുന്നു. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, അതെ മരിച്ച സ്വർഗത്തിലോട്ട് പോകുമ്പം അവിടെ ഇതൊന്നും കിട്ടുകയില്ല, അവിടെ ബിവറേജസ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണം, ഗ്ലാസ് ഇല്ല, ടച്ചിങ്സ് ഇല്ല, ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, അതും ഇല്ല എന്ന് പറയുന്നു. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, അപ്പച്ചൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, അപ്പച്ചൻ എന്തുകൊണ്ടാണ് ഒരെണ്ണം അടിച്ചിട്ട് നിർത്തിയത്, ചിന്നമ്മയെ പേടിച്ചിട്ടാണോ എന്ന്. അപ്പോഴേക്കും അപ്പച്ചൻ പറയാണ്, ഒറിജിനൽ ചിന്നമ്മയെ ഞാൻ പേടിച്ചിട്ടില്ല, പിന്നാണോ ചിന്നമ്മയുടെ ഫോട്ടോ കോപ്പി എന്ന്. ആണെങ്കിൽ നന്നായിട്ട് മദ്യപിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ ഭയങ്കര ഫിറ്റായ പോലെയാണ് പറയുന്നത്. ഒറിജിനൽ ചിന്നമ്മ ഇവിടെ തന്നെ ഉണ്ട്, അപ്പച്ചൻ്റെ ചിന്നമ്മയും അപ്പച്ചനും ചേർന്നുണ്ടായ ഞാൻ, എൻ്റെ മകൾ ചിന്നമ്മ, സ്റ്റാൻലി ജോസഫ്, കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ ചിന്നമ്മ എന്ന് പറയുന്നു. ഓവറാണ് ലാലിച്ച, നീ ഇപ്പം തന്നെ ഓവറാണ്, നീ പോയി കിടക്കാൻ പറയുന്നു. അപ്പോഴേക്കും പറയണം, അപ്പച്ചനെന്നെ കിടത്താൻ നോക്കണ്ട, ഞാൻ ചോദിച്ചതിന് കാരണം പറ, അപ്പച്ചൻ എന്തുകൊണ്ടാണ് ഒരെണ്ണം കൊണ്ട് നിർത്തിയതെന്ന് ചോദിക്കുന്നു. പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ലാലിച്ച, നമ്മൾ കണ്ടമാനം അടിച്ചിട്ട് ചെന്നാൽ അവൾക്ക് നമ്മളെ എങ്ങനെ മതിപ്പുണ്ടാവും, അവളുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ മതിപ്പും വിലയും കളയരുത് എന്ന് പറയുന്നു. പിന്നെ നമ്മളെ അവൾ മതിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചോദിക്കുകയാണ്, ചിന്നമ്മയുടെ മതിപ്പ് കിട്ടിയിട്ട് അപ്പച്ചൻ എന്നാ കാണിക്കാനാണ്. അപ്പോഴേക്കും അപ്പച്ചൻ പറയുകയാണ്, എടാ ലാലിച്ച, നമ്മളെ സ്നേഹിക്കുന്നവരുടെ മതിപ്പും വിലയൊക്കെ നമ്മളെ കിട്ടണം, അപ്പോഴേ ആ സ്നേഹം അർത്ഥാവുള്ളൂ എന്ന് പറയുകയാണ്.
അപ്പോഴേക്കും ലാലിച്ചൻ ചോദിക്കുവാണ്, അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മിനിഞ്ഞാന്ന് പുനലൂർ പോകാൻ നിന്ന് അപ്പച്ചൻ എന്തുകൊണ്ടാണ് പോവാതിരുന്നതെന്ന്. അപ്പച്ചൻ പറയണേ, ഞാൻ വാദത്തിനെ കുറച്ച് കുറുന്തോട്ടിയുടെ വേര് പറിക്കാൻ നിന്നതാണ്. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, വാദത്തിനല്ല ഭൂതത്തിനാന്ന് പറയുന്നു. എനിക്ക് ആദ്യം ഞാൻ ഓർത്തു അപ്പച്ചൻ 3-4 ദിവസം ഇവിടെ നിന്നത് എൻ്റെ കൂടെ നിൽക്കാനാണെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പച്ചൻ്റെ ചിഹ്നമേ കൊണ്ടാണെന്ന് പറയുന്നു. അപ്പച്ചൻ്റെ അടുത്ത് പോയിട്ട് പറയണം, അപ്പച്ചാ എൻ്റെ മോള് സുന്ദരിയല്ലേ, അഴകും അഭിമാനവും ഒക്കെ ഉള്ളവളല്ലേ എന്ന്. അപ്പോഴേക്കും അപ്പച്ചൻ പറയുന്നത് അതേടാന്ന്. അപ്പോൾ പറയാം, അപ്പച്ചൻ എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയാണ്. എടാ സമ്മതിച്ചടാ, എനിക്കിഷ്ടമായി എന്ന് പറയാണ്. സ്റ്റാൻലി പറയുകയാണ് അപ്പച്ചനോട്, അപ്പച്ച ലോകത്തിൻ്റെ ഏതോ ഈ ഒരു മൂലയ്ക്കുള്ള വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുമോ, ആരുമില്ലാതെ, കുറേ നായ്ക്കളുണ്ട് എൻ്റെ കൂട്ടിന്, അപ്പോഴാണ് എനിക്ക് എൻ്റെ രാജകുമാരിയെ കിട്ടിയതെന്ന് പറയുകയാണ്. ഭയങ്കര ഇമോഷണലാണ് സ്റ്റാൻലിയുടെ വർത്താനം. എന്നിട്ട് പറയാണ്, അപ്പച്ചൻ അറിഞ്ഞോ ഞാൻ അവളുടെ പേര് മാറ്റി, പ്രിൻസസ് ഓഫ് കൊളത്തൂപ്പുഴ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, അപ്പച്ചൻ അറിഞ്ഞോ ഞാൻ ഈ ലോകം മുഴുവനും അവളെ കൂട്ടിക്കൊണ്ട് നടന്ന് സഞ്ചരിക്കുമെന്ന് പറയാണ്. എന്നിട്ട് അപ്പച്ചൻ പറയാണ്, അത് നല്ല കാര്യം, എന്നെയും കൂടി കൊണ്ടുപോകുമെന്ന്. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, ആരെയും കൊണ്ടുപോകില്ല, ഞങ്ങൾ അപ്പനും മോളും മാത്രമെന്ന്. ഞങ്ങളിങ്ങനെ ആകാശത്തിലൂടെ പറക്കും, മഞ്ഞുമലകൾക്കിടയിലൂടെ നടക്കും, അങ്ങനെ പുഴയിൽ നീന്തുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അപ്പച്ചൻ പറയാണ്, കെട്ടടങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ നടക്കുമോയെന്ന്. അപ്പോഴേക്കും പറയാണ്, ഞങ്ങളങ്ങനെ തിരിച്ച് വന്നു കഴിയുമ്പം രാജകുമാരിയുടെ രാജകീയമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തുമെന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, നല്ലൊരു കോടീശ്വരനായ ക്രിസ്ത്യാനി ചെറുക്കനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കുമെന്ന്. അവളെ ഇനി സങ്കടപ്പെടരുത് ഒന്നിലും, അവളിനി വിഷമിപ്പിക്കരുത്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചോളാന്ന് പറയുന്നു. അപ്പോഴേക്കും അപ്പച്ചൻ പറയാണ്, അതൊക്കെ ശരിയാണ്, അലീന മാത്രമല്ല നിനക്ക് വേറെയും മക്കളുണ്ട്, നീ അത് മറക്കരുതെന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, അവരെ പോലാണോ അപ്പച്ച അലീന, 23 വർഷം അനാഥാലയത്തിൽ, ജനിച്ചപ്പം മുതൽ അവൾ ഒറ്റയ്ക്കല്ലേ എന്ന് പറയുകയാണ്. സ്റ്റാൻലി ആണെങ്കിൽ ഭയങ്കര വിഷമത്തോടാണ്, കണ്ണൊക്കെ നിറഞ്ഞാണ് ഈ പറയുന്നത്. അപ്പോഴേക്കും വീഴാൻ പോകുമ്പോഴേക്കും അപ്പച്ചൻ പിടിക്കുകയാണ്. ഉടനെ പറയണം, ആരും പിടിക്കണ്ട, ആരുടെയും സഹായമില്ലാതല്ലേ ഞാൻ ജീവിച്ചത്, ഒറ്റയ്ക്കല്ലേ ഞാൻ ജീവിച്ചത്, ആരും പിടിക്കണ്ട എന്ന് പറയുന്നു. അതുകൊണ്ട് പോവാണ്, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിട്ട് വിഷമത്തോടെ ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ അടിച്ചിട്ട് പറയാണ്, ആരോടും ഇല്ലാതെ എൻ്റെ മോള് 23 വർഷം ഒറ്റയ്ക്ക്, എനിക്ക് വിഷമമുണ്ട് അപ്പച്ചാ, എനിക്ക് വിഷമമുണ്ടെന്ന് പറയാണ് കൊളത്തൂപ്പുഴ പ്രിൻസസ്, എൻ്റെ മോള്, എൻ്റെ രാജകുമാരി, പ്രിൻസസ് ഓഫ് കൊളത്തൂപ്പുഴ, എൻ്റെ രാജകുമാരിയാണ് എൻ്റെ മോള്, അവളെ ഞാൻ രാജകുമാരിയെ പോലെ ഇനി നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അച്ഛൻ മുറിയിലേക്ക് പോയി. അതിനുശേഷം അപ്പച്ചൻ പോയി അലീനയുടെ ഡോർ തട്ടുകയാണ്. എന്നിട്ട് ഡോർ തുറക്കുമ്പോഴത്തേന് പറയാണ്, മോളെ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും പറയാണ്, തീർന്നോ കള്ളുകൂടി എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോഴേക്കും പറയാണ്, ഞാനൊന്നേ കഴിച്ചോളൂ. ലാലിച്ചൻ പിന്നെ ചോദിച്ചു, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോഴേക്കും അലീന പറയാണ്, എന്തിനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നതെന്ന് ചോദിക്കാൻ പാടില്ലേ, അപ്പച്ചൻ്റെ മോനല്ലേന്ന് ചോദിക്കുകയാണ്. പറയാണ്, എപ്പോൾ തുടങ്ങിയതാണ്, രാവിലെ മുതൽ ഇത് തന്നെയാണല്ലോ പരിപാടി എന്നൊക്കെ അലീന ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയാണ്, ഇത് ഇവിടുത്തെ പോലെ ചങ്കും കരളൊന്നും പോകുന്ന സാധനമല്ല മോളെ, ഇത് ഫോറിനിൽ നിന്ന് വരുത്തുന്നത് നല്ല വില കൂടിയ മദ്യമാണെന്ന് പറയുന്നു. അപ്പോഴേക്കും അലീന പറയാണ്, എന്തായാലും ആൽക്കഹോളം തന്നെയല്ലേ അതിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയാണ്. അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാ ബോട്ടിലും എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴേക്കും അപ്പച്ചൻ പറയണം, ഇല്ല മോളെ, അവരുടെ ബോട്ടിൽ അങ്ങനെയൊന്നും ഇല്ല, അതിൽ വിഷം കുറവാണ്, എന്നിട്ട് അങ്ങനെയാണോ കുടിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അപ്പച്ചൻ പറയാണ്, അവനിങ്ങനെ ഗ്ലാസ് നിറച്ചും എടുത്ത് വെച്ചിട്ട് കുറച്ചേ കുടിക്കുകയുള്ളൂ, ഒറ്റയടിക്ക് കുടിക്കുകയല്ല എന്ന് പറയാണ്. പറയാണ്, കുറച്ചായിട്ട് കരളും ദ്രവിച്ചോളും എന്ന്. അപ്പോഴേക്കും അപ്പച്ചൻ പറയാണ്, അവൻ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കണ്ടിട്ടെന്ന്. അപ്പോഴേക്കും അലീന പറയാണ്, നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയിട്ട് ഓടി നടക്കുന്ന ആളുകൾ വീഴുന്നില്ലേ, നമ്മുടെ വയറിൽ എന്തുമാത്രം സാധനങ്ങളുണ്ട്, അതൊക്കെ നശിച്ചു പോകുമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പ്രായം കൂടുന്തോറും നമ്മളിത് കുറച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കും എന്ന്. അപ്പോഴേക്കും വല്യപ്പച്ചൻ പറയാണ്, നീ പറഞ്ഞൊക്കെ ശരിയാണ്, നീ പറഞ്ഞ പോലെ ഞാൻ കുറച്ചു എന്ന്. അപ്പോഴേക്കും പറയാണ്, വല്യപ്പച്ചൻ്റെ മകനും കൂടി കുറയ്ക്കണമെന്ന് പറയാണ്. അലീന പറയാണ്, ഇവിടെ വരണ്ടായിരുന്നു ഞാൻ, എന്തിനാണ് വന്നത്, കുറേ കറുത്ത പട്ടികളും അതിൻ്റെ കൂടെ ഒരു വെളുത്ത പട്ടിയായിട്ട് ഞാനും എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അപ്പച്ചൻ ചിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്.